ഹായ്. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു. അതായത് ആൺമക്കളുള്ള ഒരുപാട് പേരൻസിന് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻസ് ആണെന്ന് ആ വീഡിയോയിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്തോട്ടെ. ഈ ആൺകുട്ടികളെന്ന് പറയുമ്പം ഇവരുടെ വളർച്ചയിൽ ഒരു 15 വയസ്സിനും ഒരു 20 വയസ്സിനും ഇടയ്ക്ക് ഇവരെന്തെങ്കിലുമൊക്കെ പണികൾ ഒപ്പിക്കും. ഈ പണികളൊക്കെ ഒപ്പിക്കുമ്പോൾ ചില മാതാപിതാക്കളെങ്കിലും സ്ഥിരം പറയുന്നൊരു ഡയലോഗുണ്ട്, നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാ, താഴെ വെക്കാതെയും തലയെ വെക്കാതെയും കൊണ്ടു നടന്ന് വളർത്തിയതാന്നൊക്കെ. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊന്നും ഇവർക്ക് ഏശത്തില്ല. ഈ 15 വയസ്സിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരുടെ തലയിൽ കയറത്തില്ല. പ്രായം മാറുന്നതനുസരിച്ച് വാശികൾ കൂടും, തർക്കുത്തരം പറയും, ചിലപ്പോൾ ചെറുതായിട്ട് നമ്മളോട് ദേഷ്യപ്പെടുകയും ചെയ്യും, കൂട്ടുകാരോട്ടുള്ള കറക്കം കൂടും. ഇതൊക്കെ ഇവരുടെ പ്രായത്തിൻ്റെതാണ്. പക്ഷേ ഈ സമയത്ത് നമുക്ക് മാതാപിതാക്കൾക്ക് വേണ്ട, എൻ്റെ ഒരു അനുഭവം വെച്ചാണ്, എനിക്ക് 17 വയസ്സുള്ളൊരു മകനുള്ളതാണ്. ഒരനുഭവം വെച്ച് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് സംയമനം, ക്ഷമ. ഇത് രണ്ടും ആണ് അവിടെ വർക്കൗട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അതുവരെ നമ്മൾ കുഞ്ഞായി കണ്ടു നടന്നവൻ നമ്മളെടുത്ത് തർക്കിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാതാപിതാക്കൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ക്ഷമയോടെ, അവിടെ ബുദ്ധിപൂർവ്വം വേണം നമ്മൾ ഇവരെ നോക്കേണ്ടത്. ക്ഷമയും സംയമനവുമാണ് അവിടെ നമുക്ക് വേണ്ടത്. ഉദാഹരണത്തിന്, വരാൻ അല്പം താമസിച്ചാൽ, കൂട്ടുകാരായിട്ട് പോയിട്ട് അല്പം താമസിച്ചാൽ ഫോൺ വിളിച്ചിട്ട് എവിടാടാ നീ എന്ന് ചോദിക്കുന്നതിനേക്കാൾ, എവിടാ മോനെ നീ കുറേ നേരം ആയല്ലോ പോയിട്ട് എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ചിലപ്പോഴെങ്കിലും അവർ മനസ്സൊന്ന് അലിഞ്ഞാലോ, എൻ്റെ അമ്മേനെ കാണാത്തോണ്ടാണല്ലോ വിളിച്ചത് എന്നവർക്ക് ചിന്ത വന്നാലോ. ഈ ടീമിനൊക്കെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം കൊണ്ട് ഇവരുടെ പരിസരത്ത് പോലും പോകണ്ട, അവർ നിന്ന് തരത്തില്ല. ചില അമ്മമാർ ചില മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ അച്ഛൻ ഇങ്ങനൊന്നും പോയിട്ടില്ല, നിൻ്റെ അച്ഛൻ ഈ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു, പിന്നെ നിനക്കെങ്ങനെ ഈ സ്വഭാവം വന്നു. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാര്യം അവർ ജീവിക്കുന്ന ചുറ്റുപാട്, അവരുടെ അച്ഛന്മാർ ജീവിച്ച ആ ചുറ്റുപാടിലല്ല അവരിന്ന് ജീവിക്കുന്നത്. അവർ ജീവിക്കുന്ന ചുറ്റുപാടാണ് അവർ പലരെയും പല തെറ്റുകളിലോട്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആകെയുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് കുറച്ചൊക്കെ സോഫ്റ്റായിട്ട്, അതായത് മോനെ ഈ കഞ്ചാവ് ഭയങ്കര എഫക്റ്റുള്ള സാധനമല്ലേ, അത് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നൊക്കെ കേൾക്കുന്നല്ലോ, ശരിയാണോടാ എന്നൊക്കെ നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. ഇപ്പോഴൊന്നും ഇവരോട് ചോദിച്ചുകൊണ്ട് ചെല്ലരുത്. നമ്മുടെ അടുത്ത് കിട്ടുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ, നമ്മളോട് ചിരിച്ചും കളിച്ചും വർത്താനൊക്കെ പറഞ്ഞ്